കണ്ടോ മക്കളെ, ഇതിൻ്റെ ഒരു ഗുണം കണ്ടോക്കെ. ഇവിടെ നോക്ക് എന്താ ഒരു കളറ് നോക്ക്. എല്ലാവരും കാണാം കേട്ടോ. കണ്ട എന്തൊരു കളറാ നോക്ക്. അല്ല എഫക്റ്റീവാണ് കേട്ടോ. ഇനി മക്കളെ, മുഖം പെട്ടെന്ന് നിറം വെക്കണം. ഒരു കല്യാണത്തിന് പോകുകയെന്നുണ്ടെങ്കിൽ നിങ്ങളിതൊരു 4 ദിവസം മുന്നേ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. തലേ ദിവസം ചെയ്താലും നല്ല എഫക്റ്റീവാണെങ്കിൽ 4 ദിവസം മുന്നേ ഇതൊന്ന് തേച്ച് നോക്കണം നിങ്ങളെ. അപ്പോൾ നിങ്ങളുടെ മുഖത്തുള്ള സൺടൈൻ മുഴുവൻ പോവും. കരിമങ്കല്യത്തിൻ്റെ വടു, കണ്ണിൻ്റെ ചുറ്റുള്ള കറുപ്പ് കളറ്, ചുണ്ടിൻ്റെ 4 വരെയുള്ള പിഗ്മെൻറ്റേഷൻ ഇതെല്ലാം പോയി, കഴുത്തിന് ചുറ്റുള്ള കറുപ്പ് കളറ് ഇതെല്ലാം പോയി സ്വർണ്ണം പോലെ നിങ്ങൾ തിളങ്ങും കേട്ടോ. അപ്പോൾ ഇത് എന്താണ് ഫേസ് പാക്ക് എന്ന് അറിയാൻ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണണം. അതിനായിട്ട് നമുക്ക് വേണ്ടത് നല്ല തൈര്, നമ്മളെ വീട്ടിലുണ്ടാക്കിയ തൈര് കേട്ടോ. എത്ര നിങ്ങൾക്ക് അളവ് വെച്ച് അതിനനുസരിച്ചിട്ട് ഞാനിപ്പോൾ 2 ടീസ്പൂൺ തൈരാണ് എടുത്തിരിക്കുന്നത്. കണ്ടല്ലോ, 2 ടീസ്പൂൺ തൈര്. പിന്നെ നമ്മളെ നെസ്കോഫെ സൺറൈസ് ആണത്. ക്ലാസിക്സ് കുറച്ചും കൂടി നന്നായി. എനിക്ക് ഇപ്രാവശ്യം ക്ലാസിക്സ് അല്ല കിട്ടിയത്, സൺറൈസാണ് കിട്ടിയത്. ഏത് കാപ്പിപ്പൊടി നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് 1 ടീസ്പൂൺ കാപ്പിപ്പൊടി, ഇതിൽ പൊട്ടിയുന്ന കുട്ടികളെ. 1 ടീസ്പൂൺ കോഫി പൗഡർ, 1 ടീസ്പൂൺ കോഫി പൗഡർ. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ രക്തചന്ദനം. പിന്നെ നമുക്ക് മഞ്ചിഷ്ട പൗഡർ കേട്ടോ, അത് നമുക്ക് 1/2 ടീസ്പൂൺ. ഇത് നല്ല ചുവപ്പ് കളറാകും. അപ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ മതി കേട്ടോ. ഇനി നമ്മളെ ഇരട്ടി മൗതിരത്തിൻ്റെ പൗഡറാണ്, അതും നമുക്ക് 1/2 ടീസ്പൂൺ എടുക്കാം. ഇനി നമ്മളുടെ കടലമാവ്, അത് നമുക്ക് ഒരു ടീസ്പൂൺ 1.5 ടീസ്പൂണോളം എടുക്കാം കേട്ടോ. മുഖം നന്നായി ഗ്ലോ വയ്ക്കും. കണ്ടല്ലോ, 1.5 ടീസ്പൂൺ. ഇനി ഇങ്ങനത്തെ ഒരു തക്കാളിയുടെ അരമുറിയുടെ ജ്യൂസ് മുറിച്ച്, അരമുറി മതി കേട്ടോ. നമുക്ക് ഒരു മുറി മുഴുവൻ വേണ്ട, ഇത്രേ വേണ്ടു. ഈ തക്കാളി, മഞ്ചിഷ്ട, ഇരട്ടി മധുരം, കോഫി പൗഡർ, കടലമാവ്, പിന്നെ രക്തചന്ദ്രം, ഇതൊക്കെ നമ്മളെ മുഖത്ത് തേച്ചാൽ ഒരു വൈറൽ ഫേസ് പാക്ക് തന്നെയാണ് കേട്ടോ. നല്ല ഗ്ലോ കിട്ടും. ഇത് നമ്മൾ ഒരാഴ്ച തുടർന്ന് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ മാറ്റം കൃത്യമായിട്ട് മനസ്സിലാവും. ഒരു ദിവസം കൊണ്ട് തന്നെ മാറ്റമുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ കൃത്യമായിട്ട് ഒരു 7 ദിവസം ചെയ്ത് നോക്കണം. നല്ല മാറ്റം കേട്ടോ. ഇനി ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്നറിയോ? നന്നായി വൃത്തിയിൽ മുഖം കഴുകണം. മുഖത്ത് ഒരു ഇതും പാടില്ല കേട്ടോ, ഒരു ചളിയോ വിയർപ്പോ ഒന്നും പാടില്ല. അങ്ങനത്തെ മുഖത്ത് വേണം നമ്മളിത് അപ്ലൈ ചെയ്യാൻ. ഇത് അപ്ലൈ ചെയ്തത് നമ്മൾ 20-25 മിനിറ്റ് വരെ, ഒരുപാട് ഉണങ്ങി മാന്തി എടുക്കാൻ തരത്തിൽ ഉണക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടിയും ഒരു എന്താ പറയുക, നമുക്കിങ്ങനെ വെള്ളം ഒന്ന് തളിച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് സ്ക്രബ് ചെയ്ത് കളയാൻ തരത്തിൽ വേണം കേട്ടോ. ഇനി മെയിൻ ഇൻഗ്രീഡിയൻസ് ഞാൻ കാണിക്കാൻ മറന്നതാണ് കേട്ടോ. നമ്മളെ തേന്, ഹണി, അത് ഞാൻ കൊണ്ടുവന്ന് വെച്ചേളൂ, പറഞ്ഞിട്ടില്ല കേട്ടോ. ആരും ഇത് ഒഴിവാക്കരുത്. ഹണി നമ്മളെ മുഖത്തിന് വളരെ നല്ലതാണ് കേട്ടോ, വളരെ എഫക്റ്റീവാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ഒരു 1/2 ടീസ്പൂൺ ഹണിയും ചേർക്കാം കേട്ടോ. ഇത് നമ്മളെ ഹണിയാണ്, ഒരു 1/2 ടീസ്പൂൺ മതി കേട്ടോ. ഒരു 5-6 തുള്ളി മതി. എൻ്റെ ഹണി ഞാൻ ഉപയോഗിക്കുന്നത് മക്കളെ, ഇതിങ്ങനെ കഴിയാറായിരുന്നേ. 1/2 ടീസ്പൂൺ ഹണി. അത് അപ്പോൾ നമുക്കിത് മുഖത്ത് മാത്രമല്ല കേട്ടോ, കഴുത്തിലും അപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ ഇവിടെ വേറൊരു കളറാണ്, ഇവിടെ ഒരു വേറെ കളറാവും. നമ്മളെ കഴുത്തിൻ്റെ ചുറ്റും ഞാൻ മാലയൊക്കെ ഉരി വെച്ചിട്ടുണ്ടോ, കഴുത്തിൻ്റെ ചുറ്റുമുള്ള കറുപ്പൊക്കെ പോകാൻ, അതുപോലെ മൂക്കിൻ്റെ ഇവിടെ ഉണ്ടാവണം അത് പോകാൻ, പിന്നെ ഈ ചുണ്ടിൻ്റെ 4 പറയും ചിലവർക്ക്, പിന്നെ ചിലവർക്ക് ഈ കണ്ണിൻ്റെ ഈ ഭാഗത്ത് കൂടെ ഒക്കെ കറുപ്പ് കളർ ഉണ്ടാവും കേട്ടോ. കരിമംഗല്യം, ഇതൊക്കെ പോകാൻ ഇത് ബെസ്റ്റാണ് കേട്ടോ. ഒരു പ്രാവശ്യം നിങ്ങൾ ഉപയോഗിച്ച് നോക്കണം. അപ്പം ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം. ഇത് അപ്ലൈ ചെയ്തിട്ട് കഴുകി കളയുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്, അത് ഞാൻ പറയുന്നുണ്ട് കേട്ടോ വീഡിയോയുടെ ലാസ്റ്റ്. അപ്പോൾ അത് ആദ്യം നമുക്ക് അപ്ലൈ ചെയ്യാം. മേലോട്ട് വേണം കേട്ടോ എല്ലാവരും അപ്ലൈ ചെയ്യാൻ. പക്ഷെ നിങ്ങൾ കഴുകി കളയുമ്പോൾ മസാജ് ചെയ്താലും മതി മേലോട്ട്. അതിപ്പോൾ നിങ്ങൾക്ക് തേക്കാനൊന്നും പ്രത്യേകതയിൽ വേഗം തേച്ച് വെക്കണമല്ലോ. എന്നിട്ട് നമ്മളൊരു 20 മിനിറ്റിലേട്ടോ അത് കഴുകാവൂ.
മക്കളെ, ഞാൻ ഈ ഫേസ് പാക്കിൽ മഞ്ഞൾപ്പൊടി കൂട്ടാത്തതേ, എനിക്ക് മഞ്ഞൾപ്പൊടി അങ്ങോട്ട് അലർജി ഉണ്ട് കേട്ടോ. എനിക്ക് മഞ്ഞൾപ്പൊടിക്ക് ഒരു അലർജി ഉണ്ട്. എല്ലാവരും മഞ്ഞൾപ്പൊടിക്ക് അലർജി ഇല്ലാത്തവർ നമ്മളെ കറിയിലിടുന്ന മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ നമ്മളെ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി ഇങ്ങനെ ഇത് ഞാൻ കണ്ടില്ലേ, 1/2 ടീസ്പൂൺ ഇട്ടിട്ടില്ലേ, എന്താ മഞ്ചിഷ്ട ഇരട്ടി മധുരം അത്ര നിങ്ങൾക്ക് ഇടാം കേട്ടോ. കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയൊക്കെ അത്ര ഇടാം. എനിക്ക് എന്താ അറിയില്ല, ഏത് കാലത്തും മഞ്ഞൾ പറ്റണില്ല. ഞാൻ പ്രസവിച്ച് കിടക്കുമ്പോഴടക്കം മഞ്ഞൾ തേക്കാൻ പറ്റില്ല, എനിക്ക് അതിന് അലർജി ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ മഞ്ഞൾ തേക്കാത്ത. എല്ലാവരും ഇതിൽ മഞ്ഞൾ കൂട്ടിക്കോളൂ, അലർജി ഇല്ലാത്തവരൊക്കെ കേട്ടോ. പിന്നെ എന്താ പറയുക, അപ്പോൾ നമ്മളിത് കൈകളിലും അപ്ലൈ ചെയ്യാട്ടോ. അപ്പോൾ നിങ്ങൾ സ്വർണത്തിൻ്റെ ആണെങ്കിൽ മാത്രം ഇത് കൈകളിൽ വെക്കാവൂ കേട്ടോ. ഈ ആഭരണം സ്വർണത്തിൻ്റെ അല്ലാത്തതൊക്കെ കളർ പോകും കേട്ടോ. അതിന് നല്ല എഫക്റ്റീവാണ്. അപ്പോൾ നിങ്ങൾ സ്വർണ്ണം അല്ലാത്തൊക്കെ ഊരി വെച്ചിട്ട് വേണം കേട്ടോ. ഇത് ഈ ഊരാൻ കിട്ടണില്ലേ കുട്ടികളെ, അത് വട്ടം അധികം ഉണ്ടെങ്കിൽ ഞാൻ ഊരിയേനെ. അത് സ്വർണ്ണമാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കണ്ടോ, നമ്മളെ കൈകളിലൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. നല്ല ഭംഗി ഉണ്ടാവും നമ്മളെ കൈയൊക്കെ, സ്വർണം പോലെ തിളങ്ങി. ഇനി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം മാറ്റം. കണ്ടോ, 20 മിനിറ്റ് നിങ്ങൾ എന്തായാലും വെക്കണം. 20-25 മിനിറ്റ് വെക്കണം എന്നാണ് ഞാൻ പറയുക കേട്ടോ. കണ്ടോ, ഈ കയ്യിലും തേക്കട്ടെ. ഒരു കല്യാണത്തിന് പോവുക പ്രത്യേകിച്ച് മക്കളെ കയ്യിലും കാലിലൊക്കെ നമ്മളെ സൺടൈൻ ഉണ്ടെങ്കിൽ നമ്മൾ ഈ കടകളിൽ നിന്ന് വാങ്ങണ മേക്കപ്പ് സാധനങ്ങളെക്കാളൊക്കെ ഒരുപാട് ഇഫക്റ്റീവാണ്. ഞാനിത് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക വേണം, കാരണം ഇതിന് അത്രയും റിസൾട്ടാണ് കേട്ടോ. ഇനി ഇത് ഉണങ്ങും ഒരു 20 മിനിറ്റ് കഴിഞ്ഞാൽ. അപ്പോൾ എങ്ങനെ കഴുകിക്കളയാന്നറിയോ, നമ്മളെ ബാക്കി തക്കാളി മുറി ഇത് അവിടെ ഇരിക്കുന്നു കണ്ടല്ലോ. ഈ ബാക്കി തക്കാളി മുറി കൊണ്ട് നമ്മളിങ്ങനെ മസാജ് ചെയ്യുക. ഇതിൻ്റെ വെള്ളം ഇങ്ങനെ വരട്ടോ, ഒന്ന് പീച്ചുക, എന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്യുക. അപ്പോൾ നമ്മളെ മുഖം വല്ലാതെ ഉണങ്ങിയിട്ട് കഴുകരുത് കേട്ടോ. 20 മിനിറ്റ് ആവുക. ചിലവർക്ക് 20 മിനിറ്റിൻ്റെ മുന്നേ ഫാനിൻ്റെ ഹോട്ടിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ 15 മിനിറ്റ് കൊണ്ടാവും. പക്ഷെ ഫാനിൻ്റെ ഹോട്ടിലൊന്നും ഇരുന്നിട്ടില്ലെങ്കിൽ കൃത്യം 20 മിനിറ്റിൽ നിങ്ങളിത് ഇതുകൊണ്ട് സ്ക്രബ് ചെയ്തിട്ട് കഴുകി കളയണം. അപ്പോൾ ഞാൻ വേറൊരു കാര്യം പറയാം. ഇത് കഴുകി കളഞ്ഞ വഴിക്ക് നമ്മൾ രാത്രി സമയത്താണെങ്കിൽ നമ്മളെ കാന്തി ക്യാരറ്റ് ഓയിൽ ഉണ്ട്, അമ്മ ഉണ്ടാക്കണം കാന്തി ക്യാരറ്റ് ഓയിൽ, അതൊരു 2 തുള്ളി രാത്രി നിങ്ങൾ കയ്യിലിട്ട് നല്ലോണം ചൂടാക്കിയിട്ട് ഇത് കഴുകി കളഞ്ഞതിന് ശേഷം ഫേസിൽ ചെറുതായിട്ടൊരു മസാജ് ചെയ്തിട്ട് രാവിലെ നിങ്ങൾ നോക്കുകൊണ്ട് ഒരു 7 ദിവസം നിങ്ങളിത് ചെയ്ത് നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ ഫലം കാണും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ കുളിച്ച് വന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ അത് അപ്ലൈ ചെയ്യേണ്ടത് 20 മിനിറ്റ് കഴിയട്ടെ കേട്ടോ. ഇനി കുളിക്കുകയാണ് ഏറ്റവും നന്നാവുക. കാരണം ഇനി മേല് കഴുകിയാലും ഒന്നും ഞാൻ തല കുളിച്ചിട്ടില്ല അത് തേക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇത് തേക്കുമ്പോൾ നമ്മൾ കുളിക്കണതിൻ്റെ 20 മിനിറ്റ് മുന്നേ കേട്ടോ നല്ലത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എല്ലായിടത്തും കൂടി നിങ്ങൾക്ക് അത്രയും സൗകര്യമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കോട്ടൺ കൊണ്ട് തുടയ്ക്കാനൊക്കെ സാധിച്ചാൽ കുളിച്ചിട്ടും ചെയ്തോളൂ. കുളിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ടാകും, എവിടെയും ചളി ഉണ്ടാവില്ല. കുളിക്കാതെ ചെയ്യുമ്പോൾ നമ്മൾ കയ്യും കാലൊക്കെ സോപ്പിട്ട് കഴുകണം കേട്ടോ. ഇത് എല്ലായിടത്തും തേക്കേ, കാലുമ്പിലൊക്കെ തേക്കാം കേട്ടോ. അപ്പോൾ കുളിക്കണതിൻ്റെ മുന്നേ ആകുമ്പോൾ എല്ലായിടും സോപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം ചളി കളഞ്ഞിട്ടേ തേക്കാവുള്ളൂ. കണ്ടോ മക്കളെ, ഇതിൻ്റെ ഒരു ഗുണം കണ്ടൊക്കെ. ഇവിടെ നോക്ക് എന്താ ഒരു കളറ് നോക്ക്. എല്ലാവരും കാണണം കേട്ടോ. കണ്ട എന്തൊരു കളറാ നോക്ക്. അല്ല എഫക്റ്റീവാണ് കേട്ടോ. ഇനി അമ്മ ഒരു പ്രാവശ്യം യൂസ് ചെയ്തപ്പോൾ തന്നെ വളരെ വ്യത്യാസം തോന്നുന്നുണ്ട് കേട്ടോ. നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ കല്യാണത്തിന് പോണേൻ്റെ ഒരു 4 ദിവസം മുന്നേ എല്ലാ ദിവസവും ഡെയിലി തേച്ച് നോക്കുക. വളരെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അതെനിക്ക് വ്യത്യാസം തോന്നിയിട്ട് തന്നെയാണ് ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. എൻ്റെ ചേച്ചി മദ്രാസ് എന്ന് പറഞ്ഞതാണ്, ഒരു പ്രാവശ്യം ചെയ്ത് നോക്കാൻ നീയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് ചെയ്യുമ്പോൾ വീഡിയോ കൊണ്ട് എടുത്താൽ എല്ലാവർക്കും ഉപകാരമായിക്കോട്ടെ. കുട്ടികളെ എല്ലാവരും വെളുത്ത് സുന്ദരികളാവിൻ, വെളുത്ത് പാറിൻ എല്ലാവരും. കണ്ടോ, കൈയൊക്കെ നോക്ക്, നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. നല്ല വ്യത്യാസമുണ്ടോ കയ്യിൻ്റെ ഉള്ളനടിയിൽ. അതുകൊണ്ട് തേച്ചു എന്നാൽ കാരണം എൻ്റെ കൈയടക്കം ഒരു നിറ വ്യത്യാസം, റോസ് നിറം തോന്നിക്കുന്നു എനിക്ക്. കണ്ടോ, നല്ല നിറം തോന്നിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ചെയ്തു നോക്കണം എന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിലെ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യുക. അമ്മ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.